എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാള സിനിമയിലും സാഹിത്യത്തിലും ഏറ്റവും ആദരണീയരായ വ്യക്തികളിൽ ഒരാളായിരുന്നു എം.ടി. വാസുദേവൻ നായർ. മനുഷ്യവികാരങ്ങളെ ആഴത്തിൽ പര്യവേക്ഷണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ തലമുറകളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നിരവധി പേർക്ക് പ്രചോദനം നൽകുകയും ചെയ്യും. നിശബ്ദരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായവർക്ക് അദ്ദേഹം ശബ്ദം നൽകി. എന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആരാധകർക്കും ഒപ്പമുണ്ട്. ഓം ശാന്തി. മോദി ഇങ്ങനെയാണ് എക്സിൽ കുറിച്ചത്. എം.ഡിയുടെ മരണവിവരം അറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേർന്നു. രാവിലെ കൊട്ടാരം റോഡിലെ എം.ഡിയുടെ വസതിയായ സിതാരയിലെത്തി മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. മലയാളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാപ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടായി പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടാൻ എം.ഡി ചെയ്ത സേവനങ്ങൾ മറക്കാനാവുന്ന ഒന്നല്ല. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ്. എം.ഡിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. എം.ടി. വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം കോഴിക്കോട് കൊട്ടാരം റോഡിലെ വീടായ സിതാരയിലേക്ക് എത്തിച്ചു. ഇന്ന് വൈകിട്ട് 4 വരെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം വൈകിട്ട് 5 മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. തന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണമെന്ന് എം.ഡി നേരത്തെ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. എം.ഡിയുടെ ആവശ്യപ്രകാരം പൊതുദർശനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്.